ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റി വീഡിയോകൾ ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് സേവിങ്സ് അക്കൗണ്ട് വേരിയന്റിനെ പറ്റിയാണ്. കാരണം സേവിങ്സ് അക്കൗണ്ടാണ് ഞാൻ കൂടുതലും പേഴ്സണലി ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കുക പലപ്പോഴും ആ ഒരു വേരിയന്റിലാണ്. സാലറി അക്കൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ NRI അക്കൗണ്ട് ആണെങ്കിലും ഒന്നും ഞാൻ പേഴ്സണലി ഓപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് പലപ്പോഴും പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ആ കാറ്റഗറി അക്കൗണ്ടിനെ പറ്റിയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് സാലറി അക്കൗണ്ടിനെ പറ്റി ചോദിച്ചുകൊണ്ട് നമുക്ക് കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ നമുക്ക് പല വീഡിയോകളിലായിട്ട് ഓരോ ബാങ്കിലെ സാലറി അക്കൗണ്ട് വരുന്നതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ സാലറി അക്കൗണ്ട്സ് നോക്കാം. ഞാൻ പേഴ്സണലി ആദ്യം പറഞ്ഞ പോലെ സാലറി വേരിയൻ്റ് അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്യാത്തതിനാൽ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഫെഡറൽ ബാങ്കിലെ സാലറി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫെഡറൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാലറി അക്കൗണ്ട് വേരിയൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫെഡ് സാലറി പ്രീമിയം, ഇംപീരിയോ, സെലസ്റ്റ, ഗവൺമെൻറ് ഏൺ പ്രൈം എന്നിങ്ങനെ 6 വേരിയന്റ് സാലറി അക്കൗണ്ടുകളാണ് ഫെഡറൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലെല്ലാവർക്കും പോയിട്ട് എല്ലാ വേരിയന്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് കിട്ടുന്ന നെറ്റ് മന്ത്ലി സാലറി എത്രയാണോ അതനുസരിച്ചായിരിക്കും നമുക്ക് വേരിയന്റ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ നെറ്റ് മന്ത്ലി സാലറി 15,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ട്, 30,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ഫെഡ് സാലറി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബേസ് വേരിയന്റ് അക്കൗണ്ട് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെറ്റ് മന്ത്ലി സാലറി 30,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെഡ് സാലറി പ്രീമിയം എന്ന് പറഞ്ഞ വേരിയന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇംപീരിയോ ആണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നെറ്റ് മന്ത്ലി സാലറി ക്രെഡിറ്റ് വേണം. സെലസ്റ്റ് ആണെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വേണം. സോ ഇങ്ങനെ ഓരോ അക്കൗണ്ട് വേരിയന്റിനും ഇങ്ങനെ ഒരു സാലറി ബേസ് ഉള്ളൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നുണ്ട്. വേരിയന്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിലും ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പോൾ ഫെഡ് സാലറി എന്ന് പറഞ്ഞ അവരുടെ ബേസിക് വേരിയന്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ബേസിക് ആയിട്ട് 0 ബാലൻസ് സാലറി അക്കൗണ്ട് അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതേസമയം ഫെഡ് സാലറി പ്രീമിയം എന്ന് പറഞ്ഞ വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് നമ്മുടെ സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് വരെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടാകും. അങ്ങനെയുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏത് വേരിയന്റ് സാലറി അക്കൗണ്ട് ആണെങ്കിലും തുടർച്ചയായിട്ട് 3 മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സാലറി ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് വേരിയന്റ് സാലറി വേരിയന്റിൽ നിന്നും നേരെ നോർമൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് വേരിയന്റിലേക്ക് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റെഗുലർ വേരിയന്റിൽ എത്ര രൂപയാണോ മന്ത്ലി അവർക്ക് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജും കാര്യങ്ങളൊക്കെ ഈടാക്കും. ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങൾ സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ജോലി റിസൈൻ ചെയ്തൊക്കെ കഴിഞ്ഞാൽ 3 മാസം തുടർച്ചയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സാലറി വന്നില്ല എന്നുണ്ടെങ്കിൽ അത് സേവിങ്സ് അക്കൗണ്ടായിട്ട് മാറും. നോർമൽ വേരിയന്റ് സേവിങ്സ് അക്കൗണ്ടായിട്ട് മാറും. മന്ത്ലി ആവറേജ് ബാലൻസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജും ഈടാക്കും. ഇനിയിപ്പോൾ ഫെഡറൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സേവിങ്സ് അക്കൗണ്ട് വേരിയന്റുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. നമുക്ക് ഫെഡറൽ ബാങ്ക് ഓഫർ ചെയ്യുന്ന ഓരോ സാലറി അക്കൗണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ഒരു അക്കൗണ്ട് വേരിയന്റ് ആണ് ഫെഡ് സാലറി. അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു വേരിയന്റ് ഇതാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് നമുക്ക് 15,000 രൂപയ്ക്ക് മുകളിൽ നെറ്റ് സാലറി ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്കും ആണ് ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാ അക്കൗണ്ടിനും ബാധകമാണ്. 3 കണ്ടിന്യൂസ് മന്ത്സിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് സാലറി ക്രെഡിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി അക്കൗണ്ട് നോർമൽ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറും. അപ്പോൾ നോർമൽ സേവിങ്സ് അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജും ഈടാക്കും. പിന്നെ ഇനിഷ്യൽ സാലറി ക്രെഡിറ്റ് ആവണം. അതിനുശേഷം മാത്രമേ നമ്മൾ എലിജിബിൾ ആയിട്ട് മാറുകയുള്ളൂ. നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 0 ബാലൻസ് അക്കൗണ്ട് ആണ്. പിന്നെ ഒരു 10 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു 10 ലക്ഷം രൂപയുടെ എയർ ആക്സിഡന്റൽ കവറേജും കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി, NEFT, RTGS അതെല്ലാം തന്നെ സൗജന്യമാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ക്രൗൺ വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. ആ ഡെബിറ്റ് കാർഡ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ചാർജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിട്ടും. ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല. പിന്നെ ATM ട്രാൻസാക്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിന്റെ ATM വഴി നമുക്ക് അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ നടത്താം. അതർ ബാങ്കിന്റെ ATM ൽ നമുക്ക് ഒരു മാസം 10 ട്രാൻസാക്ഷൻ സൗജന്യമാണ്. പിന്നെ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഒരു ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് കിട്ടും. പക്ഷേ അത് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ടിന്റെ ഫീച്ചർ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഫെഡറൽ ബാങ്കിന്റെ എല്ലാ വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകളും നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയന്റ് ഫെഡ് സാലറി പ്രീമിയം ആണ്. അത് കുറച്ചുകൂടി ഹയർ ലെവൽ അക്കൗണ്ട് വേരിയന്റ് ആണ്. ആ ഒരു അക്കൗണ്ടിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 30,000 രൂപയ്ക്ക് മുകളിൽ നെറ്റ് സാലറി ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും 0 ബാലൻസ് അക്കൗണ്ട് ആണ്. പിന്നെ നമുക്ക് സാലറിയുടെ 80% വരെ അപ് ടു 80% വരെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി സൗകര്യം വരുന്നുണ്ട്. പിന്നെ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് കോംപ്ലിമെന്ററി ആയിട്ട്. പിന്നെ നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ ATM വഴി അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് അതർ ബാങ്കിന്റെ ATM വഴിയും നമുക്ക് സൗജന്യമാണ്. പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് സൗജന്യമാണ്. പിന്നെ ഡെബിറ്റ് കാർഡിൽ നമുക്ക് കുറച്ച് അഡീഷണൽ ഓഫേഴ്സ് വരുന്നുണ്ട്. നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടറിൽ ഒരു തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ നമുക്ക് ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ അക്കൗണ്ടിന്റെ അണ്ടറിൽ 0 ബാലൻസ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പൗസ് പ്ലസ് 2 ചിൽഡ്രൻ
അങ്ങനെ ഒരു ഫാമിലിയിൽ എല്ലാവരെയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് അവർക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ലോക്കർ റെന്റിൽ നമുക്ക് 25% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. മാക്സിമം ക്യാപ്പ് വരുന്നത് 1000 രൂപ വരെയാണ്. പിന്നെ എല്ലാവിധ അലർട്ടുകളും മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി, പിന്നെ NEFT, RTGS അതെല്ലാം തന്നെ സൗജന്യമാണ്. പിന്നെ ഹോസ്പിറ്റൽ ക്യാഷ് ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൂടി വരുന്നുണ്ട്. ഹോസ്പിറ്റൽ ക്യാഷ് പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ജനറൽ ഇൽനസ് ആണെങ്കിൽ 30 days ആണ്. സ്പെസിഫിക് ഇൽനസ് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ 24 months 2 വർഷമാണ് വരുന്നത്. പിന്നെ നിലവിലുള്ള രോഗങ്ങളാണെങ്കിൽ 48 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. നമുക്ക് മാക്സിമം അപ് ടു 10 ദിവസം വരെ ഡെയിലി 1500 രൂപ വീതമാണ് ലഭിക്കുക. പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ നമുക്ക് അപ് ടു 1 കോടി രൂപയുടെ കോംപ്ലിമെന്ററി ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. അതിൽ 50 ലക്ഷം രൂപയുടെ എയർ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 35 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു കവറേജ് നോമിനി ഇൻഷുറൻസ് ആണ്. 15 ലക്ഷം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 1 ലക്ഷം രൂപയുടെ ഡെബിറ്റ് കാർഡ് പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡന്റ് ചൈൽഡ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് ആയിട്ട് ഒരു 50,000 രൂപയുടെ കവറേജ് വരുന്നുണ്ട്. 25,000 രൂപ വീതം ഓരോ കുട്ടിയും, അങ്ങനെ 2 കുട്ടിക്കാണ് കവറേജ് ലഭിക്കുക. പിന്നെ ഒരു ആംബുലൻസ് കവറേജ് വരുന്നുണ്ട്. അപ് ടു 5,000 രൂപയുടെ ഒരു കവറേജ് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് ചൈൽഡ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് വരുന്നത് അത് പ്രൈമറി അക്കൗണ്ട് ഹോൾഡറിന്റെ ഡെത്ത് സംഭവിക്കുമ്പോഴാണ് കുട്ടികൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ റോഡ് ആംബുലൻസ് കവറേജ് മാക്സിമം അപ് ടു 5,000 രൂപ വരെയാണ് നമുക്ക് നേടാനായിട്ട് സാധിക്കുക. പിന്നെ ഡെബിറ്റ് കാർഡിൽ കിട്ടുന്ന പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കേണ്ടത് ഡെബിറ്റ് കാർഡ് വഴി തന്നെ ആയിരിക്കണം. തെഫ്റ്റ്, ബർഗ്ലറി അങ്ങനെയുള്ള ഇവന്റ്സിനൊക്കെ നമുക്ക് കവറേജ് ലഭിക്കും. ആഡ് ഓൺ കാർഡിന് നമുക്ക് കവറേജ് കിട്ടുകയില്ല. പിന്നെ നെക്സ്റ്റ് വരുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയന്റ് ഇമ്പീരിയോ സാലറി അക്കൗണ്ട് ആണ്. ഇതിന്റെ സാലറി ക്രെഡിറ്റ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സാലറി കസ്റ്റമേഴ്സിനാണ് കിട്ടുന്നത്. നെറ്റ് മന്ത്ലി സാലറി ക്രെഡിറ്റ് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാവണം. ഇതിന്റെ ടോപ്പ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് ഇമ്പീരിയോ വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. അത് ഇച്ചിരി പ്രീമിയം വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. അതിനകത്ത് നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് വർഷത്തിൽ ഒരു തവണ. പിന്നെ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ക്വാർട്ടറിൽ 2 തവണ കിട്ടും. അതിന്റെ കണ്ടീഷൻ വരുന്നത് പ്രീവിയസ് ക്വാർട്ടറിൽ മിനിമം 5,000 രൂപയ്ക്ക് മുകളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം. പിന്നെ ഡെയിലി ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് 1 ലക്ഷം രൂപയാണ് ഡെബിറ്റ് കാർഡിൻ്റെ. ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് 5 ലക്ഷം രൂപയാണ്. പിന്നെ DD ചാർജ് വരുന്നില്ല. NEFT, RTGS സൗജന്യമാണ്. IMBS നമുക്ക് ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ സൗജന്യമാണ്. മറ്റു വേരിയന്റിലേക്ക് IMBS ചാർജബിൾ ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ IMBS സൗജന്യമാണ്. പിന്നെ മൊബൈൽ അതുപോലെ തന്നെ ഇമെയിൽ അലർട്ട് സൗജന്യമാണ്. പിന്നെ ചെക്ക് ബുക്ക് സൗജന്യമാണ്. ഇന്റർനെറ്റ് ബാങ്കിങ് സൗജന്യമാണ്. മൊബൈൽ ബാങ്കിങ്, ടെലി ബാങ്കിങ് അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ സൗജന്യമാണ്. പിന്നെ ഇൻഷുറൻസ് കവറേജ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട്. 1 കോടി രൂപയുടെ എയർ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു ആക്സിഡന്റൽ ഡെത്ത് കവറേജ് അപ് ടു 40 ലക്ഷം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു അപ് ടു 2 ലക്ഷം രൂപയുടെ പേയ്മെന്റ് പ്രൊട്ടക്ഷൻ പാക്കേജ് വരുന്നുണ്ട്. പിന്നെ ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷ് പോളിസി വരുന്നുണ്ട്. അത് നമുക്ക് പെർ ഡേ 2,500 രൂപ വീതം നമുക്ക് 10 ദിവസം വരെ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ലോക്കർ റെന്റിലെ കൺസെഷൻ വരുന്നുണ്ട്. നമുക്ക് അപ് ടു 40% മാക്സിമം അപ് ടു 1000 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് കൺസെഷൻ വരുന്നുണ്ട്. അപ് ടു 50% വരെ കൺസെഷൻ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഇമ്പീരിയോ ഡെബിറ്റ് കാർഡിന്റെ റിവാർഡ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു ഫെഡറൽ റിവാർഡ് പോയിന്റ് കിട്ടും. ട്രാവൽ കാറ്റഗറിയിൽ നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും ഓരോ 150 രൂപക്കും. ഇലക്ട്രോണിക് കാറ്റഗറിയിലും സെയിം തന്നെ നമുക്ക് കിട്ടും. 2 റിവാർഡ് പോയിന്റ് വീതം കിട്ടും. പിന്നെ വെൽക്കം റിവാർഡായിട്ട് നമുക്ക് 2000 ബോണസ് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. പിന്നെ ബർത്ത്ഡേ റിവാർഡായിട്ട് നമുക്ക് ബർത്ത്ഡേസിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2x റിവാർഡ് പോയിന്റ് അപ് ടു 1000 പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയന്റ് ആണ് സെലസ്റ്റ സാലറി അക്കൗണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു പ്രീമിയം വേരിയന്റ് അക്കൗണ്ട് ആണ്. ഇതാണ് അവരുടെ ടോപ്പ് ലെവൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ കണ്ടീഷൻ വരുന്നത് നെറ്റ് മന്ത്ലി സാലറി ക്രെഡിറ്റ് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയം സെലസ്റ്റ ഡെബിറ്റ് കാർഡ് കിട്ടുന്നുണ്ട്. എയർപോർട്ട് ലോഞ്ച് ആക്സസ് പ്രോഗ്രാം വരുന്നുണ്ട്. കൺസേജ് പ്രോഗ്രാം വരുന്നുണ്ട്. ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ വരുന്നുണ്ട്. നമുക്കൊരു റിലേഷൻഷിപ്പ് മാനേജർ സപ്പോർട്ട് ലഭിക്കും. പിന്നെ അക്കൗണ്ട് സർവീസ് ഫീസ് നില്ലാണ്. പിന്നെ നമുക്ക് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് മറ്റ് പ്രൊഡക്റ്റുകളിലൊക്കെ കൺസെഷൻ നേടുവാനായിട്ട് സാധിക്കും. ഡെബിറ്റ് കാർഡ് വരുന്നത് സെലസ്റ്റ വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. പിന്നെ ഫോറക്സ് മാർക്കപ്പ് ഫീസ് വരുന്നത് അപ് ടു 2% വരെയാണ്. ഡെയിലി ഷോപ്പ് ലിമിറ്റ് 6 ലക്ഷം രൂപ വരുന്നുണ്ട്. ATM വിഡ്രോവൽ ലിമിറ്റ് 1 ലക്ഷം രൂപയാണ്. പിന്നെ ഈസി ഡൈനർ പ്രൈം മെമ്പർഷിപ്പ് നമുക്ക് ലഭിക്കും. പിന്നെ ബുക്ക് മൈ ഷോയിൽ ബൈ 1 get 1 മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട്. കോംപ്ലിമെന്ററി ഗോൾഫ് ആക്സസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വെൽക്കം റിവാർഡ് ബെനിഫിറ്റും അതുപോലെ തന്നെ ബർത്ത്ഡേ റിവാർഡ് ബെനിഫിറ്റും വരുന്നുണ്ട്. പിന്നെ ട്രാവൽ ആൻഡ് ഇലക്ട്രോണിക് കാറ്റഗറിയിൽ ഒരു 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 5x റിവാർഡ് ബെനിഫിറ്റ് കിട്ടും. കൂടുതൽ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് മൈ ഷോയിൽ കിട്ടുന്ന ബൈ 1 get 1 മൂവി ടിക്കറ്റ് ഓഫർ നമുക്ക് ക്വാർട്ടർലി 3 തവണയാണ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കുക. മാക്സിമം നമുക്ക് പെർ ടിക്കറ്റിന് അപ് ടു 250 രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ ഈസി ഡൈനർ പ്രൈം മെമ്പർഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയ വരുന്നത് മിനിമം മന്ത്ലി സ്പെൻഡ് നമുക്ക് 5,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഗോൾഫ് പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള കാർഡ് എടുക്കുന്നവർക്കാണ് ഇത് കിട്ടുന്നത്. 4 കോംപ്ലിമെന്ററി ഗ്രീൻ ഫീസ് പെർ ഇയർ നമുക്ക് കിട്ടും. പിന്നെ 12 കോംപ്ലിമെന്ററി ഗോൾഫ് ലെസൺസ് കിട്ടും. പിന്നെ ഗോൾഫ് സർവീസിൽ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും 50% വരെ. പിന്നെ ഇൻഷുറൻസ് കവറേജ് നോക്കിക്കഴിഞ്ഞാൽ എയർ ആക്സിഡന്റൽ കവറേജ് വരുന്നത് 3 കോടി രൂപയുടേതാണ്. പിന്നെ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നത് സെലസ്റ്റ സാലറി സ്കീമിൽ അപ് ടു 60 ലക്ഷം രൂപയുടേതാണ്. പിന്നെ പേയ്മെന്റ് പ്രൊട്ടക്ഷൻ പാക്കേജ് അപ് ടു
4 ലക്ഷം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട്. ഡെയിലി ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് ഇതിനകത്തും വരുന്നുണ്ട്. നമുക്ക് അപ് ടു 10 ദിവസത്തേക്ക് ഡെയിലി 1000 രൂപ വീതം നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ലോക്കർ റെന്റിലൊക്കെ നമുക്ക് അപ് ടു 50% വരെ കൺസെഷൻ നേടുവാനായിട്ട് സാധിക്കും. അപ് ടു മാക്സിമം 2000 രൂപ വരെ. ലോഞ്ച് പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർലി 2 തവണ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മൈനർ മെമ്പർ ആണെങ്കിൽ ക്വാർട്ടർലി 1 തവണയാണ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഇന്റർനാഷണൽ ലോഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ഹോൾഡറിന് ഇയർലി 4 ആക്സസ് ആണ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നത്. മൈനർ മെമ്പർ ആണെങ്കിൽ നമുക്ക് ഇയർലി 4 ആക്സസ് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു അക്കൗണ്ട് വേരിയന്റ് ജോവി എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ഗവൺമെന്റ് സാലറി അക്കൗണ്ട് ആണ്. റെസിഡന്റ് ഗവൺമെന്റ് എംപ്ലോയീസിനാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. നെറ്റ് മന്ത്ലി സാലറി ക്രെഡിറ്റ് 25,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. കീ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. NFT, RTGS, IMPS, SMS അലർട്ട് അങ്ങനെയുള്ള സേവനങ്ങളെല്ലാം തന്നെ സൗജന്യമാണ്. പിന്നെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിങ്ങിന് 50% വേവർ വരുന്നുണ്ട് AMCയിൽ. പിന്നെ ലോക്കർ റെന്റിൽ നമുക്ക് അപ് ടു 50% ഡിസ്കൗണ്ട് മാക്സിമം അപ് ടു 1000 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ റിവാർഡ് പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ബർത്ത്ഡേയിൽ 2x റിവാർഡ് ബെനിഫിറ്റ് അപ് ടു 1000 റിവാർഡ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. അപ് ടു 2.27 crore rupees കവറേജ് വരെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഫ്രീ ഫാമിലി അക്കൗണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വരുന്നുണ്ട്. നമ്മുടെ സാലറിയുടെ 80% വരെ നമുക്ക് ഓടി എടുക്കുവാനായിട്ട് സാധിക്കും. കിട്ടുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ജോവി എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഡെബിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുക. ഡെയിലി ഷോപ്പ് ലിമിറ്റ് 2 ലക്ഷം രൂപയാണ്. ഡെയിലി ATM ട്രാവൽ ലിമിറ്റ് 50,000 രൂപയാണ്. എയർപോർട്ട് ലോഞ്ച് ബെനിഫിറ്റ് വരുന്നത് സെലക്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടർലി 1 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നത് കോംപ്ലിമെന്ററി പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നത് 75 ലക്ഷം രൂപയുടെ ഒരു കവറേജ് ആണ് വരുന്നത്. പിന്നെ ഒരു 1.5 കോടി രൂപയുടെ എയർ ആക്സിഡന്റൽ ഡെത്ത് കവറേജ്, പിന്നെ ഒരു 2.5 ലക്ഷം രൂപയുടെ ഡെബിറ്റ് കാർഡ് പ്രൊട്ടക്ഷൻ കവറേജ്, പിന്നെ അപ് ടു 5,000 രൂപയുടെ റോഡ് ആംബുലൻസ് കവറേജ്, പിന്നെ ഡെയിലി 1500 രൂപ വീതം 10 ദിവസത്തേക്ക് നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് ഫെസിലിറ്റി നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അക്കൗണ്ട് വേരിയന്റ് ജോവി പ്രൈം എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വേരിയന്റ് ആണ്. പേര് പോലെ തന്നെ ഗവൺമെന്റ് എംപ്ലോയീസിന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രീമിയം വേരിയന്റ് അക്കൗണ്ട് ആണ്. ഈ ഒരു സ്കീമിന്റെ എലിജിബിലിറ്റി വരുന്നത് റെസിഡന്റ് ഗവൺമെന്റ് എംപ്ലോയീസിനാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. മന്ത്ലി സാലറി ക്രെഡിറ്റ് വേണ്ടത് 75,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. കീ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയം സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. പിന്നെ NFT, RTGS, IMPS, SMS അലർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൗജന്യമാണ്. പിന്നെ ലോക്കർ റെന്റിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. റിവാർഡ് പോയിന്റ് ബർത്ത്ഡേസിൽ നമുക്ക് 5x അപ് ടു 2000 റിവാർഡ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. 3.55 crore rupees കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. പിന്നെ സാലറിയുടെ അപ് ടു 80% വരെ OD ഫെസിലിറ്റി വരുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഡെബിറ്റ് കാർഡ് വരുന്നത് ജോവി പ്രൈം വേരിയന്റ് ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത്. ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 75,000 രൂപയാണ്. ഡെയിലി ഷോപ്പ് ലിമിറ്റ് 3 ലക്ഷം രൂപയാണ്. കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ലോഞ്ച് ക്വാർട്ടർലി 2 തവണ, ഇന്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ പെർ ഇയറിൽ 1 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇൻഷുറൻസ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നത് 1 കോടി രൂപയുടെ കവറേജ് ആണ് വരുന്നത്. എയർ ആക്സിഡന്റ് ആണെങ്കിൽ എയർ ആക്സിഡന്റൽ ഡെത്ത് കവറേജ് വരുന്നത് 2 കോടി രൂപയുടെ ഒരു കവറേജ് ആണ് വരുന്നത്. ഡെബിറ്റ് കാർഡ് പ്രൊട്ടക്ഷൻ കവറേജ് ഒരു 5 ലക്ഷം രൂപയുടെ കവറേജ് ആണ് വരുന്നത്. പിന്നെ ചൈൽഡ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് വരുന്നത് ഒരു 1 ലക്ഷം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട്. പക്ഷേ അത് പ്രൈമറി ഹോൾഡറിന്റെ ഡെത്ത് ഇവന്റ് സംഭവിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ റോഡ് ആംബുലൻസ് കവറേജ് വരുന്നത് അപ് ടു 5,000 രൂപയുടെ ഒരു കവറേജ് ആണ് വരുന്നത്. ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് പെർ ഡേ 2,000 രൂപ വീതം 10 ദിവസം വരെ നേടുവാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്ക് ഓഫർ ചെയ്യുന്ന സാലറി അക്കൗണ്ട് വേരിയന്റ്. നമ്മൾ ക്വിക്കായിട്ട് ഓരോ അക്കൗണ്ട് വേരിയന്റിന്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതുപോലെ തന്നെ അതിന് കീ ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് വേരിയന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അക്കൗണ്ട് വേരിയന്റ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് വേരിയന്റിനെ പറ്റി ഓരോ ഫീച്ചേഴ്സിന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഓരോ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അതൊക്കെ വെച്ചുകൊണ്ട് ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഈ പറഞ്ഞ സാലറി അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി